വാർത്തകൾ ആരംഭിക്കുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. വധശ്രമ കേസിൽ പ്രതിയായ താച്ചയിൽ മുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. വധശ്രമ കേസിലെ പ്രതിയാണ് നിലവിൽ മരിച്ചത്. വിവരങ്ങൾ ഇന്ന് വെളുപ്പിന് 2:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. കരുനാഗപ്പള്ളിയിലെ താച്ചയിൽ എന്ന് പറയുന്ന സ്ഥലം, അതായത് കരുനാഗപ്പള്ളി ജംഗ്ഷനോട് സമീപത്ത് തന്നെയാണ് ഉള്ള ഒരു വീട്ടിലാണ് ഈ സന്തോഷ് താമസിക്കുന്നത്. സന്തോഷും അമ്മ ഓമനയും ഒരുമിച്ചായിരുന്നു താമസം. 2:30 മണിയോടുകൂടി മുഖംമൂടി ധരിച്ച് ഒരു ഇന്നോവ കാറിലെത്തിയ സംഘം ആ വീടിന് നേരെ ആദ്യം സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞതിന് ശേഷം മൺവെട്ടി ഉപയോഗിച്ച് വാതിലുകൾ വെട്ടിപ്പൊളിച്ച് അകത്ത് കടന്നു. അതിനുശേഷമാണ് സന്തോഷിന് നേരെ ആക്രമണം ഉണ്ടായത്. സന്തോഷിന്റെ തല അടിച്ചു പൊട്ടിച്ചാണ് കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. സന്തോഷിന്റെ മൃതദേഹം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ സംഘം വവ്വാക്കാവ് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും അവിടെ അനീർ എന്ന് പറയുന്ന ആളിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിനും പരിക്കേറ്റ് ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയനകം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ സഞ്ചരിക്കുന്ന കാർ ഉപേക്ഷിച്ചതിന് ശേഷം ഈ പ്രതികളെല്ലാം തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഈ സന്തോഷും അനീറും ഒപ്പം ഈ കാറിലുണ്ടായിരുന്ന കൊലയാളി സംഘവും എല്ലാം തന്നെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. 2020 ഇവർ തങ്ങളിൽ ഒരു ചേരിതിരിവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ 2024 സന്തോഷിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന പങ്കജ് എന്ന് പറയുന്ന ആള് ശ്രമിച്ചിരുന്നു. അന്ന് സന്തോഷ് ഈ പങ്കജിനെ കൊത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് സന്തോഷ് വധശ്രമത്തിന് അറസ്റ്റിലാവുകയും സന്തോഷ് ജയിലിലായിരുന്നു. ഇറങ്ങിയതിന് ജയിൽ മോചിതനായ ശേഷം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സംഘം വീട്ടിലെത്തി ആക്രമണം നടത്തിയിരിക്കുന്നത്. അക്രമികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ വാഹനം ഇപ്പോൾ പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ബിനോയ്, അതോടൊപ്പം തന്നെ ഈ ഗുണ്ടാപ്പക തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? പറയാൻ കഴിയും. കാരണം ഈ കൊല നടത്തിയവരും മരണമടഞ്ഞ സന്തോഷമെല്ലാം തന്നെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. ഇവര് കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ഒരുമിച്ച് മദ്യപിച്ച് സൗഹൃദം സ്ഥാപിച്ച് നടന്നവരുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 2020 വരെ ഈ സംഘാംഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവർ സുഹൃത്തുക്കളായിരുന്നു. 2000-ലാണ് ഇവര് ചേരി തിരിയാൻ തുടങ്ങിയത്. സന്തോഷും മറ്റു 2 സുഹൃത്തുക്കളും പ്രത്യേകമായി മാറുകയും ഈ പങ്കജ് എന്ന് പറയുന്ന ആൾ നേതൃത്വ സംഘം വേറൊരു ഗ്രൂപ്പായി മാറുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവർ തങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ചും ഉത്സവപ്പറമ്പുകളിൽ വെച്ചുമൊക്കെ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുകയായിരുന്നു. ഇവർക്കെതിരെ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കരുനാഗപ്പള്ളി നഗരത്തിനടുത്തുള്ള ഒരു വീട്ടിലാണ് സന്തോഷ് താമസിച്ചിരുന്നത്. സന്തോഷ് നല്ല ആരോഗ്യവാനായ ഒരാളായിരുന്നു. മറ്റു ജോലികളൊന്നും ചെയ്യാതെ ഈ സൗഹൃദ കൂട്ടായ്മയ്ക്കൊപ്പം കറങ്ങി നടക്കുന്ന ഒരാളായിരുന്നു. ഇന്നലെ രാത്രി ആണ് ഇന്ന് വെളുപ്പിനാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതിനു മുമ്പും നേരത്തെയൊക്കെ തന്നെ ഇവർ തങ്ങൾ പരസ്യമായി കാണുമ്പോഴൊക്കെ വലിയ പലതരത്തിലുള്ള വാക്കേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഇവരെ സഞ്ചരിച്ചിരുന്ന അതായത് കൊലയാളി സംഘങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഓച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജില്ല വിട്ടുപോയതായിട്ടാണ് പോലീസ് സംശയിക്കുന്നതും. ഈ അനീർ എന്ന് പറയുന്ന ആള് വവ്വാക്കാവ് സ്വദേശിയാണ്. ഇയാളുടെ വീട്ടിലെ കതവും ചവിട്ടിപ്പൊളിച്ചാണ് അകത്തേക്ക് കടന്ന് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അയാൾക്കും പരിക്ക് ഗുരുതരം ആണ് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഓച്ചിറ ഭാഗത്ത് ഓച്ചിറയ്ക്ക് അടുത്തുള്ള വയനകം എന്ന സ്ഥലത്ത് നിന്നാണ് ഈ വാഹനം കണ്ടെടുത്തിരിക്കുന്നത്. പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ചില CCTV ദൃശ്യങ്ങൾ, അതായത് സന്തോഷിന്റെ വീട്ടിലേക്കും അനീറിന്റെ വീട്ടിലേക്കും ഇവർ വാഹനത്തിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇന്നോവ കാറ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അത് പോലീസിന്റെ വളരെ വേഗത്തിൽ പിടിയിൽപ്പെടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ ആദ്യം സഞ്ചരിച്ചിരുന്ന, അതായത് കൊലപാതകത്തിനും വധശ്രമത്തിനും വേണ്ടി ഉപയോഗിച്ച വാഹനം ഉപേക്ഷിച്ചതിന് ശേഷം ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ വാഹനം ഉപേക്ഷിച്ചതിന് ശേഷം പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായില്ല. എന്നാൽ ഈ കൊലയാളി സംഘം വാഹനത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്.